ലാലേട്ടൻ തിരിച്ചു വരുമോ എന്നുള്ള സംശയത്തിലാണ് ആളുകളെല്ലാവരും ഇരിക്കുന്നത്, എല്ലാ പ്രേക്ഷകരും ഉള്ളത്. പക്ഷെ എല്ലാവർക്കും അറിയാം ലാലേട്ടൻ തിരിച്ചു വരുന്നുള്ളത്. കാരണം ലാലേട്ടൻ അവിടെ പോയിട്ടില്ല. കുറച്ച് നാളുകളായിട്ട് കുറച്ച് സിനിമകൾ വിജയിച്ചത്ര പെർഫോം ചെയ്യാൻ ലാലേട്ടന് സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ എഴുതി തള്ളാൻ പറ്റില്ല. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്രയും ഗംഭീര നടൻ എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീര നടനാണ്. എന്ന് പറയാൽ 100-ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു നടൻ തന്നെയാണ് മോഹൻലാൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനും മമ്മൂട്ടി ഫാനാണെങ്കിലും ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു നടൻ കൂടിയാണ് മോഹൻലാൽ. എനിക്ക് ചില മോഹൻലാൽ ഫാൻസിൻ്റെ ചില അഭിപ്രായങ്ങളോട് താല്പര്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. മോഹൻലാലിൻ്റെ ഒരു ആരാധകനാവുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഉയരങ്ങളിൽ എന്ന സിനിമയിലൂടെയാണ്. ഉയരങ്ങളിൽ, അതുപോലെ തന്നെ ആട്ടക്കലാശം. നിങ്ങൾ എത്രമാത്രം ആളുകൾ, ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ എത്രമാത്രം ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഉയരങ്ങളിൽ IV ശശിയുടെ MT വാസുദേവൻ നായരുടെ ഗംഭീര കഥാപാത്രമായിരുന്നു മോഹൻലാലിൻ്റെ. എല്ലാവരും പറ്റിക്കുകയും കബളിപ്പിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും തോൽപ്പിച്ച് അവസാനം അവനെ സ്വയം തോൽക്കുന്നൊരു അവസ്ഥയിൽ അവിടെയും തോൽക്കാതെ ആള് മലയിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുന്നൊരു ക്യാരക്ടറായിരുന്നു. ഗംഭീര സംഭവമായിരുന്നു അത്. റഹ്മാനും അതുപോലെ മറ്റുള്ള നടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഗംഭീര സിനിമയാണ്. അതുപോലെ ആട്ടക്കലാശം എന്ന് പറഞ്ഞ സിനിമയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അനിയൻ്റെ കഥാപാത്രമാണ് ചെയ്തത്. അത് ഗംഭീര സിനിമയായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ പ്രേം നസീറും അതുപോലെ തന്നെ മോഹൻലാലും ചിത്രയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഗംഭീര സിനിമയായിരുന്നു. ആട്ടക്കലാശം എന്ന സിനിമയിലൂടെ മോഹൻലാൽ സ്വന്തം അയൽപ്പക്കത്തെ ഒരു പയ്യനായിട്ടാണ് മലയാള സിനിമയിൽ കയറിയത്. കോമഡിയും കാര്യങ്ങളും ആക്ഷനും കാര്യങ്ങളൊക്കെ കൂടി ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ 1986 കാലഘട്ടത്തിലാണ് രാജാവിൻ്റെ മകൻ എന്ന സിനിമ വരുന്നത്. രാജാവിൻ്റെ മകൻ എന്ന സിനിമ വരുന്നത് മമ്മൂക്കയ്ക്ക് കിട്ടുന്ന റോളായിരുന്നു. തമ്പി കണ്ണന്താനം മമ്മൂക്കയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ സിനിമയായിരുന്നു. മമ്മൂക്കയ്ക്ക് തൽക്കാലം ഇപ്പോൾ അഭിനയിക്കാൻ സാധിക്കില്ല, നീ വേറെ ആരെങ്കിലും കൂടി ചെയ്യ് എന്ന് പറഞ്ഞ സമയത്ത് വിശ്വാസമില്ലാതെ, തമ്പി കണ്ണന്താനത്തിന് വിശ്വാസമില്ലാത്തത് കൊണ്ട് അവർ ഈ കൺസെപ്റ്റ് അംഗീകരിക്കാതെ വിടുകയും ആ സിനിമ ലാലേട്ടൻ ഏറ്റെടുത്ത് ഗംഭീര പെർഫോമൻസ്. അതായത് നാളിതുവരെ കണ്ടിട്ടുണ്ടതിൽ ഏറ്റവും വലിയ അണ്ടർവേൾഡ് കിങ്ങായിട്ട് അഭിനയിച്ച മോഹൻലാലിൻ്റെ പടം. ആ സിനിമ ഗംഭീര പെർഫോമൻസാണ് ചെയ്തത്. അങ്ങനെയാണ് രാജാവിൻ്റെ മകനിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഡയലോഗ് തന്നെയുണ്ട്. അന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ സാധിക്കും. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഈ ശബ്ദരേഖ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, സൗണ്ട് ട്രാക്ക് ഉണ്ടായിരുന്നു. അന്ന് ശബ്ദരേഖ വാങ്ങും. നമ്മളെല്ലാവരും സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശബ്ദരേഖ വാങ്ങി അതൊരു 10, 20, 30 പ്രാവശ്യമൊക്കെ കേൾക്കും. അങ്ങനെ അന്ന് നമുക്കത് കാണാപ്പാടായിരുന്നു. ശബ്ദരേഖ നമുക്ക് കാണാപ്പാടായിരുന്നു. അന്ന് ആ ശബ്ദരേഖയിൽ കുറച്ച് വാക്കുകൾ ഞാൻ പറയാം, അന്നത്തെ ഓർമ്മയിൽ പറയാം. ഒരിക്കൽ രാജമോഹൻ എന്നോട് ചോദിച്ചു, അങ്കിൾ എൻ്റെ ഫാദർ ആകണമെന്ന്. ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന്, കിരീടവും ചെങ്കോലും സിംഹാസനമൊക്കെ ഉള്ള രാജാവ്. പിന്നീട് അവൻ എന്നെ കാണുമ്പോൾ കളിയാക്കി വിളിക്കും, പ്രിൻസ്. യെസ്, ഐ എം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ജീവിതത്തിൽ. അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ് അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലുള്ളത്. ഒന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. മൈ ഫോൺ നമ്പർ ഇസ് 2255 എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങൾ. ഗംഭീര സിനിമയായിരുന്നു രാജാവിൻ്റെ മകൻ. അങ്ങനെ രാജാവിൻ്റെ മകൻ വരുന്നു, അതിന് ശേഷം അപ്പോഴേക്കും 20-ാം നൂറ്റാണ്ട് വരുന്നു, അതുപോലുള്ള സിനിമകൾ വരുന്നു. അതിന് ശേഷം അപ്പോഴേക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ഗംഭീര സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ പണ്ടത്തെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആയാലും, സന്മാനസുള്ള ഒരു സമാധാനമായാലും, വരവേൽപ്പായാലും, ഇങ്ങനെയുള്ള സിനിമകൾ, താളവട്ടം, പ്രിയദർശൻ്റെ സിനിമകൾ, സത്യനന്ദികാൻ്റെ സിനിമകൾ, ഈ സിനിമകളൊക്കെ ചെയ്യാൻ മോഹൻലാൽ എന്നൊരു നടന് മാത്രമേ സാധിക്കുള്ളൂ. അത്രമാത്രം ഗംഭീരമായുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. സിനിമകൾ എത്രമാത്രം പറഞ്ഞാലും, വെള്ളാനകളുടെ നാടായാലും ഏത് സിനിമകൾ പറഞ്ഞാലും അത്രമാത്രം പറഞ്ഞാൽ ഒരിക്കലും തീരില്ല. അങ്ങനെ എത്ര സൂപ്പർ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. അതിനുശേഷം കുറച്ച് സമയത്ത് കാര്യമായിട്ടുള്ള മമ്മൂക്കരെ പോലെ ഒരു വലിയ പ്രശ്നം ആൾക്കുണ്ടായില്ലെങ്കിലും ഒരു സമയത്ത് അദ്ദേഹം കുറച്ച് വീണൊരു സമയം ഉണ്ടായിരുന്നു. ദി പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമ. പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമയിലെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദം പോയി എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ശബ്ദം നഷ്ടപ്പെട്ടു, വേറെ ശബ്ദം, ഇനി ഒരിക്കലും അദ്ദേഹത്തിന് ശബ്ദം തിരിച്ചു കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ എഴുതി. എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മമ്മൂക്കയ്ക്ക് മാത്രമല്ല, ലാലേട്ടനും വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അത്ര നാൾ നീണ്ടുപോയില്ല എന്ന് മാത്രം. അദ്ദേഹം വീണ്ടും നല്ല രീതിയിൽ തിരിച്ചു വന്നു. പ്രിൻസ് എന്ന സിനിമ വളരെ മോശപ്പെട്ട സിനിമ, സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ആ സിനിമ ഭാഷയുടെയൊക്കെ സംവിധായകനാണ്
സുരേഷ് കൃഷ്ണ. അദ്ദേഹം ചെയ്ത സിനിമ വളരെയധികം മോശമായിരുന്നു. ശബ്ദം മോഹൻലാലിൻ്റെ നഷ്ടപ്പെട്ടു. അങ്ങനെ മോഹൻലാൽ സിനിമയിൽ ഔട്ടാവും, ഒരിക്കലും ഈ ശബ്ദം തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും മോഹൻലാലിൻ്റെ വീണ്ടും നല്ല ശബ്ദം തിരിച്ചു വരികയും അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ഈ പറഞ്ഞ നമ്മുടെ ഷാജി കൈലാസിൻ്റെ സിനിമയിലാണ് പിന്നീട് അദ്ദേഹം തകർത്തത്. ഷാജി കൈലാസിൻ്റെ പടങ്ങളിലൂടെ രഞ്ജിത്തിൻ്റെ സിനിമകൾ ദേവാസുരം, അതുപോലെ തന്നെ ഷാജി കൈലാസ് ഐ വി ശശിയുടെയാണ് ദേവാസുരം എന്ന് പറഞ്ഞാൽ എന്ന് പറയുക മലയാള സിനിമയിലെ എടുത്തു പറയാൻ പറ്റാവുന്ന സിനിമയാണ് ദേവാസുരം. അതും മമ്മൂക്കയ്ക്ക് വന്ന സിനിമയായിരുന്നു. പക്ഷെ മോഹൻലാൽ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ വേറൊരു ലെവലായി, അത്ര ഗംഭീരമായി. അതേപോലെ തന്നെ ഇവ നരസിംഹായാലും മാറാം തമ്പുരാനായാലും അതുപോലുള്ള സിനിമകൾ വന്ന സമയത്ത് അദ്ദേഹം വേറെ റേഞ്ചിലേക്ക് പോയി. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെങ്കിൽ അതേ പിന്നെ സ്ഥിരമായിട്ട് അദ്ദേഹത്തെ അതുപോലുള്ള കഥാപാത്രങ്ങൾ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കുറെ ബോറായിട്ടുള്ള കഥാപാത്രങ്ങൾ പിന്നെ വന്നു. കുറെ സ്ഥിരമായിട്ട് അങ്ങനത്തെ സിനിമകൾ തന്നെ വന്ന സമയം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഡിമാൻഡ് കുറഞ്ഞ സമയത്താണ് വീണ്ടും കുറച്ച് നാള് സിനിമകൾ വീണ്ടും അദ്ദേഹത്തിന് കുറച്ച് ഇടി പോകുന്ന സമയം ഉണ്ടായി. വീണ്ടും ദൃശ്യം എന്ന സിനിമ വന്നു. ജീത്തു ജോസഫിന്റെ ദൃശ്യം എന്ന സിനിമ വന്ന സമയത്ത് അതും മമ്മൂട്ടിക്ക് വന്ന ക്യാരക്ടറായിരുന്നു. മമ്മൂട്ടി ചെയ്യേണ്ട ദൃശ്യം അത് മമ്മൂക്ക ഒഴിവാക്കിയപ്പോൾ ദൃശ്യം മോഹൻലാൽ ഏറ്റെടുത്തു. ആ സിനിമ ഗംഭീര വിജയമായി മാറി. ഇന്ത്യൻ സിനിമയിൽ തന്നെ ചരിത്രമായി മാറി ദൃശ്യം. അങ്ങനെ ദൃശ്യത്തിലൂടെ മോഹൻലാൽ തിരിച്ചു വന്നു. അന്ന സമയത്ത് മോഹൻലാലിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള മമ്മൂക്ക ഫാൻസ് നമ്മളെല്ലാവരും അന്നത്തെ കാലത്ത് പറയാം ദൃശ്യണ്ട എന്ന് പറയാം. കാരണം ദൃശ്യണ്ടാല് തിരിച്ചു വന്നു. ദൃശ്യണ്ട എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ തിരിച്ചു വന്നതിനെയാണ് ദൃശ്യണ്ടാന്ന്. ആ സിനിമകളിൽ പോലെ 3-4 സിനിമകളിൽ പോലെ ദൃശ്യണ്ടാന്ന് പറഞ്ഞുള്ള സംഭാഷണങ്ങൾ എഴുതി വന്നു. അങ്ങനെ മോഹൻലാലും ഇതുപോലെ തന്നെ കുറച്ച് ഡിമ്മായാലും വീണ്ടും തിരിച്ചു വരുന്ന വൻ ശക്തിയോടെ തിരിച്ചു വരുന്ന മറ്റൊരു ഫീനിക്സ് പക്ഷിയാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഇപ്പോഴത്തെ ഈ 3-4 സിനിമകളും അല്ലെങ്കിൽ 2-3 വർഷത്തെ സിനിമകളും നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും ലാലേട്ടനെ ചെറുതായി കാണണ്ട. ലാലേട്ടൻ വമ്പൻ സെറ്റപ്പിൽ തിരിച്ചു വരും. അതിന് ഇനി അധികം നാളുകളില്ല. എന്തായാലും ലാലേട്ടന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും. ഓക്കെ.